ഹലോ ഗായ്സ്, അപ്പോൾ സ്വിമ്മിംഗ് പൂളത്തെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് വീഡിയോസും അതേപോലെ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് ആദിക്കുട്ടൻ്റെയും എന്നെയും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പാറുക്കുട്ടിൻ്റെ ഫോട്ടോസും എല്ലാവരും ഫോട്ടോസും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ മൂന്നാളുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ ബാഗൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ആക്കി ഞങ്ങൾ വണ്ടിയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അങ്ങനെ കൊണ്ടുവയ്ക്കുന്ന ഇടയിൽ ആദിക്കുട്ടൻ കുറച്ച് കോപ്രായം കാര്യങ്ങൾ കാട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ കുറച്ചു നേരം അവിടെ കളിച്ചുകൊണ്ടിരുന്നു, പാറുക്കുട്ടിയും കുറച്ചു നേരം കളിച്ചുകൊണ്ടിരുന്നിട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വൈബായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. ചെടികളും കാര്യങ്ങളും, വേൽച്ചെടി, അതേപോലെ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിയതാ ഞങ്ങൾ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓരോരോ സൈഡിലായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു സൈഡിലായിട്ട് കാപ്പിച്ചെടികൾ കുറേ ഉണ്ടായിരുന്നു. കാപ്പിച്ചെടി ഞാൻ ആദ്യമായിട്ട് കാണണേ. കുറേ ഫുൾ കാപ്പിച്ചെടീൻ്റെ തോട്ടം തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോണത് ഡാമിലേക്കാട്ടോ. അപ്പോൾ ഡാമിൻ്റെ അവിടെ എത്താനായപ്പോൾ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഉപ്പിലിട്ടത്, പാവകൾ, കുട്ടികൾക്ക് പറ്റി കളിക്കാൻ പറ്റിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം പാറുവിനും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡാമിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നടക്കാനുണ്ടായിരുന്നു, നല്ല മേലെ എത്തണമായിരുന്നു. അങ്ങനെ കുറച്ച് ക്ഷീണിച്ച് ഞങ്ങളത് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പാറും കുറച്ച് നേരം കളിപ്പാട്ടം കൊണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നോക്കി പ്രകൃതി ഭംഗി കുറച്ച് നേരം ആസ്വദിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ ഏട്ടനും ആദ്യനും പാറിനും കൈ പിടിച്ച് കുറച്ച് നേരം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ ബോട്ടിൽ കയറാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാനിങ് ഒക്കെ ഞങ്ങളവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ പാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും അതേ വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ എല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ ആ ഒരു ടൈമിൽ ഇതാ ഒരു മീനിൻ്റെ ഒരു കുളം കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. പാറു ആദ്യം കുറേ നേരം അതിന് കല്ലിട്ടാണ്ട് കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നിട്ടോ. പിന്നെ ഈ ഒരു കൂവിൻ്റെ ഈ ഒരു സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടുന്ന് നേരെ നോക്കിയാൽ കുറച്ച് മരങ്ങൾക്കും ഒരു അടുപ്പിച്ചുള്ള ചെറിയൊരു ചെടീൻ്റെ പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കൂട്ടം കൂടി നിൽക്കുന്ന നല്ല ചെടികൾക്കിടയിൽ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ചെമ്പകമരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ആദ്യക്കൂട്ട് നടക്കാനായിരുന്നു ഇഷ്ടം. അവന് കുറുമ്പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് കുറച്ചു നേരമൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ചു നേരം അപ്പുറത്തെ സൈഡിൽ മീനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം ഞാനും മീനിനെ കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ്. പിന്നെ അതേപോലെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ബാക്കി സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ നിർത്തി ഞങ്ങളിതാ പോണ വഴിയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വിശന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബിരിയാണിയും ചിക്കൻ പൊരി ആയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിശന്നപ്പോൾ ഞങ്ങൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ പോയതാ കുറച്ചൊരു 3:30 ടൈം ആയപ്പോൾ ഞങ്ങളിതാ ഒരു എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചെന്ന് കയറിയതായിരുന്നു. ഒരു വെറൈറ്റി കട കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറിയതായിരുന്നു കേട്ടോ. ഈ കട കണ്ടപ്പോൾ തന്നെ ഒരു വെറൈറ്റി കടയാണ് തോന്നി. അപ്പോൾ അതാ ഏട്ടൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി നോക്കിയപ്പോൾ ഇതാ കുനാഫ ചോക്ലേറ്റ്, അതേപോലെ പല ടൈപ്പ് ചോക്ലേറ്റിൻ്റെ ഒരു കടയായിരുന്നു ഇട്ടത്. അങ്ങനെ ഞങ്ങളിതാ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു, വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യക്കൂട്ടർ ഇതാ കുറച്ച് നേരം അവനെ കണ്ണാടിയിൽ നോക്കി ചെറുതായിട്ട് ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ സാധനം എത്തിയിട്ടുണ്ട്. സാധനം അടിപൊളിയായിരുന്നു, പക്ഷെ ഒന്ന് തണുപ്പിക്കണമായിരുന്നു. ഞങ്ങളത് കഴിച്ചു നോക്കിയപ്പോൾ തണുപ്പില്ലാത്തതുകൊണ്ട് വലിയ നേക്കില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിച്ചിട്ട് ബാക്കി വീട്ടിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാ. ഇന്നത്തെ വിശേഷത്തിലുള്ളൂ. അപ്പോൾ വയനാട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.